ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നൊരു ഇഫ്താർ വിരുന്നിനാണ് പോകുന്നത്. എൻ്റെ ഉമ്മാൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ്, അതായത് അമ്മാവൻ്റെ വീടാണ് ഈ കാണുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, നമ്മൾ ഹാളിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ വിഭവങ്ങൾ. ഇതാണ് അമ്മോന് കേട്ടോ. അമ്മോൻ അത്തക്കൊക്കെ കട്ട് ചെയ്യുന്ന തിരക്കിലാണ്. ഞങ്ങൾ ചെന്നത് വൈകുന്നേരമായിക്കണ്. ബാങ്ക് വിളിക്കാൻ ടൈമായപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത്. ജ്യൂസ് ഐറ്റംസ് മുന്തിരി ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചിക്കൻ വറുത്തതാണ്. ഇത് ബീഫ് വരട്ടിയത്. ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം, ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി. ഈ ബിരിയാണി കൊത്തുന്ന ആളാണ് കേട്ടോ അത് വെച്ച് പണ്ടാരി. അതിൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ്, ഉമ്മാൻ്റെ മൂന്നാമത്തെ അനിയത്തി. ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ കൂട്ടുകുടുംബമാണ്, ഒരുപാട് പേരുണ്ട്. 9 ആൾക്കാരുണ്ട്, 9 മക്കൾ. എല്ലാവരും പാടെ കൂടി സന്തോഷത്തിലുള്ളൊരു നോമ്പ് സൽക്കാരാണ് ഞങ്ങളത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ റൂമിൽ നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവനിപ്പോൾ ആ പാടം വിട്ട് വെക്കുന്നത്, എന്തപ്പോൾ ഇയാൾ ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഫ്രൂട്ട്സായിട്ട് ബത്തയ്ക്ക് മുന്തിരിയുള്ളൂ ആയിട്ടുള്ളത്. അപ്പം കുട്ടികളൊക്കെ നോമ്പ് വെച്ച് ആ പാടെ ക്ഷീണിച്ച് കിടക്കുകയാണ്. ഇത് നമ്മളെ പൊരിക്കടികൾ, സമൂസ, പക്കവട, പഴംപൊരി ഐറ്റംസാണ്. ജ്യൂസ്, മുന്തിരി ജ്യൂസ്, ലൈം ജ്യൂസും പിന്നെ തരിക്കഞ്ഞി കേട്ടോ. അതാണ് മെയിൻ ഐറ്റംസ്. പിന്നെ നമ്മൾ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഈത്തപ്പഴം. ഓക്കെ, ബാങ്ക് വിളിച്ച് എല്ലാവരും നോമ്പ് തുറക്കുന്ന തിരക്കിലാണ്. ആണുങ്ങൾക്കൊക്കെ നമ്മൾ ഹാളിലാണ് നോമ്പ് തുറക്കാനുള്ളത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ തുറക്കുകയാണ്. അച്ചൊക്കെ വളഞ്ഞിരുന്നാണ് കഴിക്കണത്. കുഴങ്ങിയിട്ട് ആകപ്പാടെ പിടുത്തം വിട്ടിക്കണം. മണിക്കുട്ടനും എല്ലാം പിന്നെ നോമ്പ് നോക്കാത്തതുകൊണ്ട് ഒലയിൽ ഉഷാറായി നടക്കുകയാണ്. പിന്നെ ഞങ്ങളെ സ്ത്രീകൾക്ക് ഒരുക്കിയിട്ടുള്ളത് ചെറിയൊരാളുണ്ട് അവിടെയാണ്. അവിടെ പെരും ജനങ്ങളാടലുകൾ, ഒരു യുദ്ധത്തിലുള്ള ആൾക്കാരുണ്ട് അവിടെ. യുദ്ധം തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ കൈ കിട്ടിയൊക്കെ എല്ലാവരും എടുത്ത് കഴിക്കുകയാണ്. അവിടെ ആർക്കും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, കിട്ടണമൊക്കെ കഴിക്കും. അങ്ങനെയാണ് അവിടെ. കുറേ ആൾക്കാർ വെള്ളം കുടിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. അങ്ങനെ പല പല പണിയിലാണ്. കുറേ ആൾക്കാർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. ഒരു സന്തോഷത്തിലുള്ളൊരു, എല്ലാവരും പാടെ കൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ കുറച്ച് പേര് നമസ്കരിക്കുന്നുണ്ട്. ഇത് നമ്മളെ കുട്ടികളാണ്. ഇതൊക്കെ നമ്മളെ അനിയത്തിൻ്റെ പേരക്കുട്ടികളും ഓരോ കുട്ടികളും ഒക്കെയാണ് കേട്ടോ. വലിയൊരു കുടുംബം പറഞ്ഞാൽ വലിയ കുടുംബമാണ് ഞങ്ങളത്, മാഷാ അല്ലാഹ്. അപ്പം ആണുങ്ങൾ നിസ്കരിക്കണത് ഹാളിലല്ല, സിറ്റ് ഔട്ടിലാണ്. അപ്പം അത് വീഡിയോ എടുക്കാനായിട്ട് ഓലെ ഫ്രണ്ടിൽ കൂടെ വരാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ വീടിൻ്റെ ബാക്ക് കൂടെ വന്നിട്ട് എടുക്കുകയാണ്. അതാണ് ഓലെ ബാക്ക് മാത്രം കാണാൻ കഴിയുന്നത് കേട്ടോ. ഫ്രണ്ടിൽ വരാൻ എനിക്കൊരു എന്താ പറയുക, ഒരു മടി. നിസ്കാരം അഥവാ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തെറ്റിയാലോ, ഇതിൽ തന്നെ ഒരുപാട് കുറ്റുണ്ടാവും. ഇനിയിപ്പോൾ ഓരൊക്കെ നിസ്കാരം തെറ്റിച്ച കുറ്റും കൂടി നമ്മൾ ഏറ്റ് വാങ്ങണ്ടല്ലോ. അതുകൊണ്ട് ബാക്കിൽ നിന്നാണ് കേട്ടോ ഒരു വീഡിയോ എടുത്തത്. കുറേ പേരുണ്ട്. പിന്നെ നമ്മളെ അടുത്ത പരിപാടി ബിരിയാണി കഴിക്കൽ. അപ്പോൾ അച്ചു വീണ്ടും ആ സ്ഥലത്തിന് ജസ്റ്റ് ഒന്ന് സീറ്റ് മാറിയിട്ടുണ്ട്. അമ്പളും ആദ്യട്ടൊന്നും ടാറ്റയെ കാട്ടി ഇരിക്കുകയാണ്. ഇതിൻ്റെ മൂത്ത അമ്മാവനാണ് കേട്ടോ. ഒരു വേറെ സെപ്പറേറ്റ് ആയിരിക്കുക കേട്ടോ. ഏതായാലും ഒരൊക്കെ കഴിയാനായി. ആ ഉസ്താദിനെ കണ്ടില്ല ഞങ്ങൾ, അതിൻ്റെ അമ്മാൻ്റെ മൂന്നാമത്തെ അനിയത്തിൻ്റെ മോനാണ്. ഞാനുങ്ങളെ ഫുഡ് കഴിഞ്ഞ് ഞങ്ങളെ ഊഴാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്നിട്ട് എൻ്റെ താത്തണി മഞ്ഞിട്ടത് ഓള് പിന്നെ ഓളെ പ്ലേറ്റിൽ നിന്നും അതിൻ്റെ അപ്പുറത്തെ പ്ലേറ്റിനൊക്കെ എടുത്തുന്നുണ്ട്. ഏതൊക്കെ തിന്നുന്നതിൻ്റെ കൺഫ്യൂഷനാണ്. അമ്മോനവിടെ നിന്ന് നോക്കി, എന്തിപ്പോൾ ഇത് കഥ ചിങ്ങ നോക്കുകയാണ്. എല്ലാവരും വേഗം കഴിഞ്ഞ്
പിന്നെ ഇവരെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇവര് റെസ്റ്റിലാണ് കേട്ടോ. പിന്നെ എല്ലാവരും പോയി അപ്പം ഇങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താങ്ക് യു.